താമസിക്കുന്ന മലയാളി പ്രവാസികൾക്കും ബ്രിട്ടനിലേക്ക് തങ്ങളുടെ പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ സ്പൗസ് വിസയിലോ ഫാമിലി വിസയിലോ കഴിയുന്നവർക്കും ഒരുപോലെ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ് മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ നിയമങ്ങൾ. UK ഹോം ഓഫീസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സ്പൗസ് വിസ, ഫാമിലി വിസ, 5 വർഷത്തെ താമസത്തിന് ശേഷം ILR എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളിൽ വ്യക്തത വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുറഞ്ഞ വരുമാന പരിധി, ബാങ്ക് സേവിങ്സ് ഉപയോഗിച്ചുള്ള അപേക്ഷ, ILRലേക്ക് മാറുന്നവർക്കുള്ള രേഖകൾ, ഇംഗ്ലീഷ് ഭാഷാ യോഗ്യത, ഇ വിസ സംവിധാനം എന്നിവയെക്കുറിച്ച് ഇപ്പോഴും നിരവധി പ്രവാസികൾക്ക് ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ഓരോ കുടുംബവും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാന വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നിലവിൽ UKയിലേക്ക് പുതിയതായി സ്പൗസ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ബാധകമായ മിനിമം ഇൻകം റിക്വയർമെന്റ് 29,000 പൗണ്ട് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഈ പരിധി 38,700 പൗണ്ടായി ഉയർത്തണമെന്ന പ്രഖ്യാപനം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നുവെങ്കിലും നിലവിലെ ആ മാറ്റം നടപ്പിലാക്കിയിട്ടില്ല. അതിനാൽ പുതിയ അപേക്ഷകൾ സമർപ്പിക്കുന്നവർ ഇപ്പോഴുള്ള 29,000 പൗണ്ട് സാമ്പത്തിക മാനദണ്ഡം പാലിച്ചാൽ മതിയാകും. നിരവധി പ്രവാസി കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമാണ് ഇത്. അതേസമയം 2024 ഏപ്രിൽ 11 മുൻപ് ആദ്യമായി സ്പൗസ് വിസ നേടിയവർക്ക് ഹോം ഓഫീസ് നൽകിയിരിക്കുന്ന ട്രാൻസാക്ഷണൽ പ്രൊട്ടക്ഷൻ ഇപ്പോഴും തുടരുകയാണ്. അതായത് അന്നത്തെ നിയമപ്രകാരം വിസ നേടിയവർ അതേ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വിസ പുതുക്കുകയോ 5 വർഷം പൂർത്തിയാക്കി ILRലേക്ക് അപേക്ഷിക്കുകയോ ചെയ്യുമ്പോൾ പുതിയ 29,000 പൗണ്ട് വരുമാന പരിധി ബാധകമാകില്ല. പകരം പഴയ 18,600 പൗണ്ട് സാമ്പത്തിക മാനദണ്ഡം തന്നെയാണ് ഇവർക്ക് തുടർന്നും ബാധകമാകുന്നത്. ഈ ഇളവ് ആയിരക്കണക്കിന് പ്രവാസി കുടുംബങ്ങൾക്ക് വലിയ സഹായമാണ്. ശമ്പളത്തിലൂടെ മാത്രം ആവശ്യമായ വരുമാന പരിധി തികയ്ക്കാൻ കഴിയാത്തവർക്ക് ബാങ്ക് സേവിങ്സും ഉപയോഗിച്ച് സാമ്പത്തിക യോഗ്യത തെളിയിക്കാൻ സാധിക്കും. എന്നാൽ സേവിങ്സ് മാത്രം ഉപയോഗിച്ചാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ നിലവിലെ നിയമപ്രകാരം 88,500 പൗണ്ട് ബാങ്ക് ബാലൻസ് ആവശ്യമാണ്. ഈ തുക അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് തുടർച്ചയായ 6 മാസം അപേക്ഷകന്റെയോ സ്പോൺസറുകളുടെയോ നിയന്ത്രണത്തിലുള്ള അക്കൗണ്ടുകളിൽ ഉണ്ടായിരിക്കണം. അവസാന നിമിഷം അക്കൗണ്ടിലേക്ക് വലിയ തുക നിക്ഷേപിക്കുന്നത് മാത്രം മതിയാകില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശമ്പളവും ബാങ്ക് സേവിങ്സും ഒരുമിച്ച് ഉപയോഗിച്ചും സാമ്പത്തിക യോഗ്യത തെളിയിക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ വാർഷിക ശമ്പളം 25,000 പൗണ്ട് ആണെങ്കിൽ ആവശ്യമായ 29,000 പൗണ്ടിൽ നിന്ന് 4,000 പൗണ്ട് കുറവുണ്ട്. ഈ കുറവ് ഹോം ഓഫീസ് നിശ്ചയിച്ച ഫോർമുല പ്രകാരം കണക്കാക്കി അതനുസരിച്ചുള്ള ബാങ്ക് സേവിങ്സ് കാണിച്ചാൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതിനാൽ വരുമാനം കുറവാണെന്ന കാരണത്താൽ മാത്രം അപേക്ഷ ഒഴിവാക്കേണ്ട സാഹചര്യമില്ല. സ്പൗസ് വിസ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതിനുള്ള പ്രധാന കാരണം സാമ്പത്തിക രേഖകളിലെ അപാകതകളാണ്. ഒരു സ്ഥാപനത്തിൽ 6 മാസമായി ജോലി ചെയ്യുന്നവർ 6 മാസത്തെ പേ സ്ലിപ്പുകളും അതിന് അനുയോജ്യമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും സമർപ്പിക്കണം. ജോലി മാറിയവരോ 6 മാസത്തിൽ താഴെ ജോലി ചെയ്തവരോ ആണെങ്കിൽ കഴിഞ്ഞ 12 മാസത്തെ രേഖകൾ ആവശ്യമായി വരാം. സെൽഫ് എംപ്ലോയിഡ് വ്യക്തികൾക്കും കമ്പനി ഡയറക്ടർമാർക്കും നികുതി രേഖകൾ, SA 302 ഫോമുകൾ, അക്കൗണ്ടിംഗ് രേഖകൾ എന്നിവ നിർബന്ധമായും സമർപ്പിക്കേണ്ടതാണ്. സാമ്പത്തിക യോഗ്യത പോലെ തന്നെ ദാമ്പത്യ ബന്ധം യഥാർത്ഥമാണെന്ന് തെളിയിക്കുന്ന രേഖകളും ഹോം ഓഫീസ് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. വിവാഹ സർട്ടിഫിക്കറ്റുകൾ മാത്രം സമർപ്പിച്ചതുകൊണ്ട് വിസ ലഭിക്കുമെന്ന് കരുതരുത്. ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്, കൗൺസിൽ ടാക്സ് ബില്ലുകൾ, ടെനൻസി എഗ്രിമെന്റ്, ഒരേ വിലാസത്തിൽ ലഭിച്ച ഔദ്യോഗിക കത്തുകൾ, ഒരുമിച്ചുള്ള ഫോട്ടോകൾ, യാത്രാരേഖകൾ, ആവശ്യമായ സാഹചര്യങ്ങളിൽ ആശയവിനിമയത്തിന്റെ തെളിവുകൾ എന്നിവ ബന്ധത്തിന്റെ വിശ്വസ്തത തെളിയിക്കാൻ സഹായിക്കും. ഇതിനൊപ്പം അപേക്ഷകൾ സമർപ്പിക്കുന്ന വീട്ടിലെ സൗകര്യങ്ങളും ഹോം ഓഫീസ് പരിശോധിക്കുന്നുണ്ട്. പുതിയ കുടുംബാംഗം എത്തിയാലും വീടിന് അമിത തിരക്ക് ഉണ്ടാകുന്ന സാഹചര്യമില്ലെന്ന് തെളിയിക്കുന്ന അക്കോമഡേഷൻ പ്രൂഫും അപേക്ഷയുടെ ഭാഗമാക്കണം. ചെറിയതായി തോന്നുന്ന ഈ രേഖ പലപ്പോഴും അപേക്ഷകരുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ്. ഇംഗ്ലീഷ് ഭാഷാ യോഗ്യതയിലും വ്യക്തമായ മാനദണ്ഡങ്ങൾ തുടരുകയാണ്. ആദ്യമായി സ്പൗസ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ A1 ലെവൽ ഇംഗ്ലീഷ് പരീക്ഷ വിജയിച്ചിരിക്കണം. വിസ പുതുക്കുമ്പോൾ A2 ലെവൽ ആവശ്യമാണ്. 5 വർഷം പൂർത്തിയാക്കി ILRലേക്ക് അപേക്ഷിക്കുന്നവർ B1 ലെവൽ ഇംഗ്ലീഷ് പരീക്ഷയും ലൈഫ് ഇൻ ദ UK ടെസ്റ്റും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം. അതിനാൽ അവസാന നിമിഷം തയ്യാറാക്കുന്നതിന് പകരം മുൻകൂട്ടി ഈ പരീക്ഷകൾ പൂർത്തിയാക്കുന്നതാണ് ഉചിതം. അതേസമയം UK ഇപ്പോൾ പൂർണ്ണമായും ഡിജിറ്റൽ ഇ വിസ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ BRP കാർഡുകൾക്ക് പകരം UKVI അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ഡിജിറ്റൽ സ്റ്റേറ്റസ് ആണ് ഇനി പ്രധാന രേഖ.
അതിനാൽ നിങ്ങളുടെ പാസ്പോർട്ട് വിവരങ്ങളും വ്യക്തിഗത വിവരങ്ങളും UKVI അക്കൗണ്ടിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ഭാവിയിൽ ജോലി, യാത്ര, വാടക വീട് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഈ വിസ സ്റ്റേറ്റസ് നിർണായകമാകും. നിലവിൽ ഫാമിലി റൂട്ട് വഴി 5 വർഷം പൂർത്തിയാക്കുന്നവർക്ക് ILRലേക്ക് അപേക്ഷിക്കാനുള്ള സംവിധാനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദീർഘകാല ഇമിഗ്രേഷൻ പരിഷ്കാരങ്ങളെക്കുറിച്ച് സർക്കാർ വിവിധ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നുണ്ടെങ്കിലും ഫാമിലി വിസ വഴി ലഭിക്കുന്ന 5 വർഷത്തെ സെറ്റിൽമെന്റ് പാതയിൽ ഇപ്പോൾ മാറ്റമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ ILRലേക്ക് യോഗ്യതയുള്ളവർ നിലവിലുള്ള നിയമങ്ങൾ കൃത്യമായി പാലിച്ച് അപേക്ഷ സമർപ്പിക്കുന്നത് കൂടുതൽ സുരക്ഷിതമായ തീരുമാനമായിരിക്കും. UK സ്പൗസ് വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അപേക്ഷകൾ പരിശോധിക്കുന്നതിൽ ഹോം ഓഫീസ് കൂടുതൽ കർശനമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. സാമ്പത്തിക രേഖകളിലെ ചെറിയ പിഴവോ ബന്ധം തെളിയിക്കുന്ന രേഖകളിലെ അപാകതകളോ UKVI അക്കൗണ്ടിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അപേക്ഷകൾ വൈകാനോ നിരസിക്കപ്പെടാനോ സാധ്യതയുണ്ട്. അതിനാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് എല്ലാ രേഖകളും സൂക്ഷ്മമായി പരിശോധിക്കുകയും ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. UK ഇമിഗ്രേഷൻ സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.